എന്റെ അമ്മാവൻ തൊട്ട് വാങ്ങി അത് തന്നു. ഇല്ലില്ല, അത് മൂത്താരേ അന്നൊരു അത്യാവശ്യമാണ് പറഞ്ഞിട്ട് എൻ്റെ പെരപ്പണിയുടെ കൈയെടുത്ത് ഞാൻ കൊടുത്തത് അമ്മാവനെ. ഇപ്പോൾ ചോദിക്കുമ്പോൾ മൂപ്പർക്ക് ഇല്ലയെന്ന് പറയും. മൂപ്പരാണെങ്കിൽ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാന്ന് നിങ്ങൾക്ക് അറിയും ചെയ്യാലോ. ഇപ്പം അത് കിട്ടുമോ തന്നെ എനിക്ക് അറിയില്ല. ആ അത് ഇപ്പം ആ പൈസയുടെ കാര്യം മറന്നിട്ടുണ്ടാവും. എന്താ ആര് പറഞ്ഞ കാര്യം പറയണേ? അമ്മാവനെ അന്നാ 1,00,000 രൂപ എടുത്ത് കൊടുത്തില്ല എന്റെ പെരയുടെ കാര്യം. അതിപ്പോഴും കിട്ടിയില്ലേ? ചങ്ങായി കൊല്ലം കുറയാലോ. അമ്മാവനോട് ചോദിക്കുമ്പോ ഇല്ല. പിന്നെ പിന്നെ എങ്ങനെ ഞാനിപ്പോ അവിടുന്ന് വരുമ്പോഴേ മൂപ്പര് നടന്നു വരുന്നുണ്ട്. അതെ, ഇത്ര വണ്ടിയും കാര്യങ്ങളും നടന്നിട്ടേ മൂപ്പര് പോകുള്ളൂ. അത് വിസ്കനാണ്. അതൊക്കെ അറിയാലോ, നടന്നു വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, പണി കൊടുത്താലോ നമുക്ക്. മൂത്താരേ ഓക്കെ അല്ലേ? ഓക്കെ. അതേ നാളെ 11:30 അവിടെ. ആ ആയിക്കോട്ടെ. എന്തപ്പത് വിടി വീട് വീട് കേട്ടാ. ഞാനത് ആദ്യം കണ്ടത്. ആദ്യം കണ്ട് ഞാനാ. ഞാൻ ഫോൺ ചെയ്തോണ്ട് വരുമ്പോ സാധനം ഇവിടെ താഴത്ത് കിടക്കുന്നുണ്ട്. ആട്ടോ ഇത് ഞാനാണ് ആദ്യം കണ്ടത്. ഞാനാ ആദ്യം കണ്ടത്. ഇതിന്റെ അവകാശം ഞാനാണ്. ഏയ് സമ്മതിക്കൂല. ഇത് മൂപ്പര് പറയാം മൂപ്പര് ആദ്യം കണ്ടത്. ഇതേ ഇവിടെ സാധനം ഇവിടെ കിടന്നു. ഞാൻ ഓടി വന്ന് എടുത്തപ്പോൾ മൂപ്പര് ആദ്യം മൂപ്പരാ കണ്ടത്. ഞാൻ ആദ്യം കണ്ടത്. തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാം. ഇതേ സംഭവം സ്വർണം തന്നെയാണ്. 2 പവനോടുണ്ടാവും. ഇതിപ്പോ ഇപ്പത്തെ വില കണക്കൂട്ടാണെങ്കിലേ എങ്ങനെ നോക്കിയാലും 2യുടെ പുറത്ത് കിടക്കും. മനസ്സിലായില്ലോ? ഒരു കാര്യം തോന്നി, ആരെങ്കിലും ഒരാൾ എടുത്തോളി. നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ അതിന് കാശ് കൊടുക്കണം. നിങ്ങൾ എടുക്കാൻ നിങ്ങൾ കാശ് കൊടുക്കണം. കാശ് ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്തുണ്ട് ചെങ്ങാതി മാലേ ഇപ്പോഴത്തെ റേറ്റ് ഒന്നും കൂട്ടാൻ പറ്റില്ല. മാർക്കറ്റ് റേറ്റ് പറ്റില്ല. ഇത് ഇവിടുന്ന് റോട്ടിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അയാൾക്ക് ഒരു 50,000 റുപ്യ ഞാനോട് കൊടുക്കാം. 50,000 തരാന്ന് പറ്റുമോ? ഞാൻ 1,00,000 റുപ്യ കൊടുക്കാം. മൂപ്പര് 1,00,000 തരാന്ന്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. അതെ, നിങ്ങൾ പറ്റില്ല എന്നും പറയണ്ട. അത് റോട്ടിൽ നിന്നെത്തിയ മുതലല്ലേ. ഇത് കേസും കൂട്ടായി കഴിഞ്ഞാൽ ആർക്കും കിട്ടാതാവും. മനസ്സിലായിട്ടോ? നിങ്ങൾ കാര്യം ചെയ്തോളി, ആ പൈസ കൊടുത്തോളൂ, ഈ മാലാണ്ട് കൊടുത്തോളൂ. നിങ്ങൾ എത്ര കൊടുക്കാറേ? 1.5 ലക്ഷം റുപ്യ കൊടുക്കാം. ഒരു കാര്യം ചെയ്തോളി, എനിക്കൊരു ഉറപ്പ് വേണ്ടേ. ഞാൻ ഒരു നമ്പർ പറഞ്ഞുതരാം, നിങ്ങൾ ആ നമ്പർക്ക് കിട്ടുന്നത് പൈസ ഗൂഗിൾ പേ അത് മതി. കാരണം എന്താ, നിങ്ങൾ ഇയാൾക്ക് പൈസ കൊടുക്കുമെന്ന് നമുക്ക് അറിയില്ലോ. അപ്പൊ നിങ്ങൾ ഞാൻ നമ്പർ പറഞ്ഞുതരാം, നമ്പർ കിട്ടോടെ, നിങ്ങൾ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ നമ്പർക്ക് കിട്ടോളൂ, നമ്പർ ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ ഫുൾ എമൗണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് പോകില്ല. ഇതൊന്ന് പകുതി തരാ, പകുതി വേറെ നമ്പർ. ഏത് നമ്പർ നല്ല പൈസ കൊണ്ട് വന്നാൽ മതി. പൈസ വന്ന സാധനം കയ്യിൽ തരും. ഞാൻ നമ്പർ പറയും. എന്റെ നമ്പർ 99 46 40. അല്ലടോ, ഈ നമ്പർ അടിച്ചപ്പോഴേ ഈ നമ്പർ എനിക്ക് പരിചയമുള്ള അത് എന്റെ പെങ്ങളുടെ മകന്റെ നമ്പറാണല്ലോ. എവിടേലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സാധനം കിട്ടിയാ പോരെ. പൈസ ആർക്ക് കിട്ടാ? എന്താ നിങ്ങൾക്ക് സാധനം കിട്ടിയാ പോരെ. അതെ, ഈ സാധനം കൊടുത്തോണ്ട് സംഗതി ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി വർത്താനം ചേട്ടാ. പരിപാടി കഴിഞ്ഞു, പൈസ തന്നു, സാധനം തന്നു, എന്നാ പോവാ. ഓട്ടന്മാരാണേ. ഇന്നത്തെ വില ആലോചിച്ചാലേ 2.5 പവന്റെ മാലുണ്ടല്ലോ 1.5 ലക്ഷം ഉറുപ്പ്യക്കാ നിൽക്കണ. ഇവിടെ ഇരിക്കല്ലേ മുക്കുപണ്ട നാട്ട്. എന്താ പ്രശ്നം? എന്താ സംഭവം? മുക്കുപണ്ട നാട്ടേ ആളെ പറ്റിക്കാ എടുക്കണല്ലോ 1.5 ലക്ഷം. വേദനിച്ചുല്ലേ? എനിക്ക് വേദനിച്ചു പോലെ. കുറച്ച് സംസാരിക്കാണ്ട്. അതെ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 50,000 റുപ്യ വന്നിട്ടല്ലേ? 1 ലക്ഷം റുപ്യ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? നിങ്ങളുടെ പെങ്ങളുടെ മകന്റെ വീട് പണിക്ക് നിങ്ങൾ 1 ലക്ഷം റുപ്യ വാങ്ങിയത് ഓർമ്മ ഉണ്ടോ? അപ്പൊ ഇത് ഞങ്ങൾ ആ പൈസ ഒരുപാട് വർഷമായിട്ട് ആ ചെക്കൻ നിങ്ങളുടെ പിന്നാലെ നടക്കുക. നിങ്ങൾ പൈസയും കൊടുക്കണില്ല, പൈസ നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ വന്നോ ആ പൈസയുടെ കണക്ക്? അപ്പൊ ഈ പൈസ പോയത് അവരുടെ അക്കൗണ്ടിൽ. നിങ്ങൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? എന്റെ പെങ്ങളുടെ നമ്പറാണ് കാണിക്കുന്നത് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അപ്പൊ ആ പൈസ പോയത് ഞങ്ങൾക്കല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട. ഇത് മുക്കുവണ്ടം തന്നെയാണ്. ഞങ്ങൾ ആ പൈസ വരാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു ഐഡിയ അല്ലേ? ഇപ്പൊ എന്തായി? നിങ്ങൾ ആ പൈസ അവർക്ക് കിട്ടി, അവർ കടം വീടി. ഇത് മുക്കുവണ്ടാണ്. നിങ്ങളുടെ ബാക്കി 50,000 റുപ്യ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. ക്ലിയർ ആയോ?